ഇന്നത്തെ വിഷയം അബദ്ധം സംഭവിച്ചാൽ ആർക്ക് എന്നാണ് അറിയേണ്ടത്. ഭർത്താവിനും മോക്കും ഒരബദ്ധം സംഭവിച്ചാൽ നമ്മളവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നമുക്കൊരബദ്ധം പറ്റിയാൽ നമ്മൾ മിണ്ടാതെ ഇരിക്കും. മനസ്സിലായോ? എന്തൊരു കാര്യമെന്ന് മനസ്സിലായോ? നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രമോ എന്ത് സാധനമാവട്ടെ നമ്മൾ മേടിച്ച് വീട്ടിൽ വെക്കുന്നു. അത് നമ്മുടെ ഭർത്താവോ മോളോ എടുക്കുന്നു, അവരെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു. നമ്മളവിടെ ബഹളം ഉണ്ടാക്കുന്നു. ഞാൻ ആശിച്ച് മേടിച്ച സാധനമാണ്, അത് മനഃപൂർവ്വം എടുത്ത് പൊട്ടിച്ചതാണ്, ആവശ്യമില്ലാതെ ചെന്ന് എടുക്കാണ്ടായിരുന്നു, അത് സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ എന്നും പറഞ്ഞ് നമ്മൾ ബഹളം വയ്ക്കും. നമ്മുടെ മോനാക്കുകയാണെങ്കിൽ നമ്മൾ അടി കൊടുക്കും. ഭർത്താവാണെങ്കിൽ അടിക്കാൻ പറ്റത്തില്ല, നമുക്ക് വഴക്ക് പറയാനേ പറ്റുള്ളൂ. അങ്ങനെ ഉള്ള സ്വഭാവമാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് അത് നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിച്ച സാധനം നമ്മളെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയാലോ, നമ്മളെന്തിനും പൊട്ടിപ്പോയി, ഇഷ്ടമായിട്ട് മേടിച്ചാണ്, ഇഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് വിഷമിക്കും. പിന്നെ നമ്മളത് നുള്ളിപ്പറക്കി എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയും. പക്ഷേ മക്കളെ കയ്യിൽ നിന്ന്, ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി നമ്മൾ കുറേ നേരം വരെ പള്ളു പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും വൈകുന്നേരം മിക്ക ആളുകൾ ഒരു ഉച്ച വരെയെങ്കിലും, രാവിലെ ഉടഞ്ഞ ഒരു ഉച്ച വരെയെങ്കിലും പറയും. ചിലവരൊരു വൈകുന്നേരം വരെയെങ്കിലും ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ അങ്ങനെ മേടിച്ച പാത്രമായിരുന്നു ഇങ്ങനെ. അപ്പം ഭർത്താവ് പറയേണ്ടി ഞാൻ മേടിച്ച് തരാം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സമാധാനം വരില്ല. അങ്ങനെയാണ്. പിള്ളേരാണെങ്കിൽ രണ്ട് അടി കൊടുത്താലും മനസ്സമാധാനം വരില്ല. പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് വീണുടഞ്ഞാൽ ഓ കഷ്ടമായിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മളത് പറക്കിക്കൊണ്ട് കളഞ്ഞിട്ട് മനസ്സമാധാനമായിട്ടിരിക്കും. ഇപ്പോൾ ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് തറയിൽ വീണ് പൊട്ടി. ഞാനോ ഒരു ഗ്ലാസ് അല്ലേ തറയിൽ വീണ് പൊട്ടിയാൽ എന്തുവാ, ഞാനത് നുള്ളി പറക്കി എടുത്ത് കളഞ്ഞു. ഇതെൻ്റെ മോള് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മോള് അപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പം അമ്മേരെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടി, അപ്പം അമ്മ അത് നുള്ളിപ്പറക്കി കൊണ്ടുവന്ന് കളഞ്ഞ്, അമ്മേനെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ നിന്നായിരുന്നെങ്കിൽ അമ്മ ഇവിടെ എന്തുമാത്രം ബഹളം ഉണ്ടാക്കിയാൽ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. ശരിയാണ്, എൻ്റെ കയ്യിൽ നിന്നായതുകൊണ്ട് എന്നെ വഴക്ക് പറയാൻ ആരുമില്ല. അവളങ്ങനെ പറഞ്ഞാലും ഞാൻ പറയും, നിൻ്റെ പൈസയ്ക്കാണ് അടി മേടിച്ചത്, എൻ്റെ പൈസയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പൈസയ്ക്ക് എന്ന് പറയും. അതവർക്കറിയാം. അതുകൊണ്ട് അവർ അത് പറഞ്ഞില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാണ്, ഇപ്പം ഭർത്താവ് വേല ചെയ്തുകൊണ്ട് ഒന്ന് തന്നിട്ടാണ് നമ്മൾ ആ പാത്രം ഇതാണ്. എന്നിട്ട് അത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടുമ്പോഴും നമ്മൾ ദേഷിക്കും. ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ്, അത് ഈ മനുഷ്യൻ മനഃപൂർവ്വം ഇട്ട് പൊട്ടിച്ചാണെന്ന് പറയും. പാവത്തിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തട്ടി വീണേയിരിക്കും. എന്നാലും നമുക്ക് ഒരിതാണ്. അപ്പം ഞാൻ ആലോചിച്ച്, ശരിയാണ്, ഇവർ പറയുന്നത് ശരിയല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയപ്പം ആരും എന്നെ വഴക്ക് പറയല്ല. ആയിരുന്നെങ്കിൽ അവർക്ക് അടി കൊടുത്താന്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പാത്രം കൊച്ചുങ്ങളെ നിന്ന് വീണാൽ നമ്മൾ അവരെ അടിക്കുകയൊന്നും വേണ്ട. അത് വലിയ കാര്യമായിട്ടോ, അറിയാതെ അവരെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാണെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് ക്ഷമിക്കുക. കാര്യം എന്തെന്നറിയോ, നമ്മളെ നിന്ന് വീഴുമ്പം നമ്മളാരും വഴക്ക് പറയുന്നില്ല, നമ്മൾ വറക്കിക്കൊണ്ട് കളയുന്നു. അതുപോലെ തന്നെ അവരെ കയ്യിൽ നിന്ന് വീഴുന്നത് അത് അറിഞ്ഞുകൊണ്ടല്ല. നമുക്ക് നമ്മളപ്പോഴത്തെ ദേഷ്യത്തിന് അവരെന്തെങ്കിലും പറഞ്ഞേ പറ്റൂ, അങ്ങനെ പറയുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളെ കയ്യിൽ നിന്ന് വീണാൽ നിങ്ങൾക്കൊരു വിഷമവും ഇല്ല, അത് പറക്കിക്കൊണ്ട് കളയാം, ഇനി ഒരെണ്ണം മേടിക്കാമെന്ന് പറയും. മക്കളെ കയ്യിൽ നിന്ന്, ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വീണാൽ നിങ്ങൾ അവിടെ കിടന്ന് കൊത്തിപ്പറിക്കത്തില്ലേ? ചിന്തിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞ സത്യമല്ലേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ, സീ യു. കാണാം.